ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ആദ്യം ഒരു ഡോ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം, ഇത്രയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പും 2 ടേബിൾ സ്പൂണും അത്രയും വെള്ളമാണ് നമുക്കിവിടെ ആവശ്യം വന്നിട്ടുള്ളത്. ഇതിനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ കുഴച്ചെടുക്കണം. 5 മിനിറ്റ് നന്നായി കുഴച്ച ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഈ കുഴച്ച മാവ് ഡ്രൈ ആവാതിരിക്കാനൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. പിന്നെ ഇത് ഒരു ക്ലീൻ ഷീറ്റ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്ത് വെക്കാം. ഇതിന് 2 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഫ്രൈ ചെയ്ത് ചെറുതായി മുറിച്ച് മാറ്റി വെക്കണം. ഫില്ലിങ്ങിനായി പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർക്കുക. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഓരോന്നായി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, മല്ലിയില, പിന്നെ സ്റ്റീം ചെയ്തെടുത്ത കുറച്ച് കോൺ ഉണ്ടായിരുന്നു. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്തത്. എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെജിറ്റബിൾസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ വേണം. അതൊരുപാട് കുക്കായി സോഫ്റ്റ് ആവാൻ പാടില്ല. ഇതിനുശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അവസാനമായി ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് നിറയ്ക്കാനുള്ള ബോൾസാണ് തയ്യാറാക്കിയെടുക്കാനുള്ളത്. അതിനായി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മൈദമാവ് ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കുക. മീഡിയം സൈസിലുള്ള ബോളാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എല്ലാ ബോൾസും കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ബോളും ഒരു 2 പീസായി മുറിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾവശം വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് ഒരു ബൗളിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുക. എന്നിട്ട് ഫില്ലിങ് കുഴിയിലേക്ക് നിറക്കുക. തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ഉരുളകളും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം അതിന് മുകളിലായി അല്പം മയണൈസും കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.